നമുക്കിന്ന് ഒരു മിഷൻ ചെയ്യാൻ പോയാലോ? ആ ഫ്രാങ്ക്ലിൻ അണ്ണ, ഞാൻ റെഡിയാണ്. അല്ല, എന്താണ് മിഷൻ? ഇവിടെ ലോസ് ആൻഡോസില് ഇഷ്ടം പോലെ ബില്യണേഴ്സ് ഉണ്ട്. അതില് ഏതൊരാള് ഇന്നലെ പുതിയ ലംബോർഗിനൊക്കെ എടുത്തു. ഓ, അത് കൊള്ളാലോ. ആരാണ് എടുത്തത്? അത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഒരാള് ലംബോർഗിനി മേടിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ലെസ്റ്റർ ഇപ്പോൾ ഏതായാലും ആ വീടിന്റെ ലൊക്കേഷൻ അയച്ചെന്നുണ്ട്. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ആ വീട്ടിലേക്ക് അങ്ങ് പോവാം. എന്നിട്ട് ആ വണ്ടി അടിച്ചു മാറ്റാം. ഓ ഫ്രാങ്ക്ലിൻ അണ്ണ, വല്ലതും നടക്കോ? വിചാരിക്കണ പോലെയല്ല കാര്യങ്ങള്. ഏയ്, വിചാരിക്കണ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അത് ഞാൻ നടത്തിയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നീ വണ്ടിയിൽ കയറ്. ആ, ഞാൻ ദേ വണ്ടിയിൽ കയറി. നിനക്കിപ്പോ എൻ്റെ കൂടെ വരുന്നോണ്ട് പേടിയൊന്നുമില്ലല്ലോ? ഏതു നേരത്തായാലും എന്തും സംഭവിക്കാം. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്. അണ്ണൻ ധൈര്യമായിട്ട് ചെല്ല്. ആ ശരി, നമുക്കിപ്പോ ഏതായാലും ആ വീട് വരെ പോവാം. എടാ ഷിൻചാനെ, നീ ഇപ്പോൾ വെറുതെ ഇരിക്കല്ലേ? ഒരു കാര്യം ചെയ്, നീ ആ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ മാപ്സിൽ വഴി നോക്ക്. ലെസ്റ്റർ ആ വീടിന്റെ ലൊക്കേഷനൊക്കെ അയച്ചുന്നുണ്ട്. ആ, കണ്ട്. ഇതിപ്പോ അധികം ദൂരൊന്നുമില്ലല്ലോ. ഇല്ലേ, നമ്മുടെ അടുത്താ? ആ, ഏകദേശം നമ്മുടെ വീടിന്റെ അടുത്താ. ഇവിടെ സ്കൂളൊക്കെ ഇല്ലേ? സ്കൂളിന്റെ ഓപ്പോസിറ്റാ. സ്കൂളാ? സ്കൂളിന്റെ ഓപ്പോസിറ്റ് എവിടെ വീട്? ആ, എനിക്ക് മനസ്സിലായി. അവിടെ ഒരു വീടുണ്ട്, പ്ലേ ബോയ് മാൻഷൻ. അത് ഏതൊരു ബില്യണറുടെ വീടാ. എനിക്ക് ആ സ്ഥലം മനസ്സിലായി. ഇനി എനിക്ക് ഗൂഗിൾ മാപ്സിന്റെ ആവശ്യമില്ല. ഓ, അണ്ണന് മനസ്സിലായ? അവിടെ ആരാ താമസിക്കണേ? അവിടെ ഇപ്പോ ആരാ താമസിക്കണേന്ന് എനിക്കറിയില്ല. എടാ ഷിൻചാനെ, അത് വലിയൊരു വീടാ. അവിടെ ലാംബോർഗിനി മാത്രല്ല, വേറെ കുറെ കാറൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. A few moments later. എടാ ഷിൻചാനെ, ഇത് നോക്ക്. ഇതാണ് പ്ലേ ബോയ് മാൻഷൻ. എൻ്റെ അമ്മോ, ഇത് എന്തൊരു വലിയ മാൻഷനാ. അണ്ണനും കൂടിയും ഇതേപോലത്തെ ഒരു മാൻഷൻ മേടിക്ക്. അതെന്താടാ, എൻ്റെ ഇപ്പോഴത്തെ മാൻഷന് എന്താ കുഴപ്പം? അത്യാവശ്യം വലിയൊരു മാൻഷനാണല്ലോ. പക്ഷെ ഇത് അണ്ണൻ്റെ മാൻഷനേക്കാളും 2 ഇരട്ടി വലിപ്പുണ്ട്. ആ, അതും ശരിയാണ്. ഈ വണ്ടി ഇപ്പോൾ എവിടെ പാർക്ക് ചെയ്യാ? ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം ആ ലംബോർഗിനി പോയിട്ട് അടിച്ചു മാറ്റാൻ. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, ഇത്രയും വലിയ മാൻഷനില് ആ ലംബോർഗിനി എവിടെ ഉണ്ടാവാന്നറിയോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് കേറി നോക്കി നോക്കാം. അയ്യോ, കേറി കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ കാണില്ലേ? നമുക്ക് പിന്നെ കേറണ്ടേ, അല്ലാണ്ട് വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമോ? നീ എന്നിട്ട് പറയണേ. എന്നാലും ഫ്രാങ്ക്ലിൻ അണ്ണ, ഇത് കുറച്ച് റിസ്ക് ആണല്ലോ. എടാ മോനെ, റിസ്ക് എടുക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ആ, അത് പോലീസ് വന്ന് പിടിക്കണവരെ ഉണ്ടാവും. ഓ, ഈ ഷിൻചാൻ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. ഒരു മിനിറ്റ്, ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവന്മാരെ നൈസായിട്ട് ഒന്ന് തട്ടണം. ഓക്കെ, ഇവിടെ ഒരുത്ത നിൽക്കുന്നുണ്ട്. അയാളെ ഞാൻ നൈസായിട്ട് അടിച്ചിട്ടു. ഏയ്, ഇയാളെ എങ്ങോട്ട് ഓടിപ്പോണേ? നിക്കട അവിടെ. എങ്ങടെ ഓടണേ? അയാളെയും കൂടി നൈസായിട്ട് അടിച്ച് തറയിലിട്ടുണ്ട്. അണ്ണ, എന്തിനാ ഇവന്മാരെ അടിച്ചിട്ട്? ഇവരെന്തുകൂടെ തെറ്റ് ചെയ്ത്? ഇവരിപ്പോ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർ തെറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ മുന്നേ കൂട്ടി അവരെ അടിച്ചിട്ടു. ഇവിടെ ഇപ്പോൾ ഞാൻ മാൻഷൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു. നമുക്കിപ്പോൾ അതൊക്കെ അവരുടെ ഗ്യാരേജിൻ്റെ അവിടേക്ക് ചെല്ലാം. ഓക്കെ, എനിക്ക് തോന്നണത് ഇതായിരിക്കുന്ന ഗ്യാരേജ്. എനിക്ക് പിന്നെ അവിടെ ഓറഞ്ച് കളർ വണ്ടി കാണാണ്ട്. ഇനി അതായിരിക്കും ലംബോർഗിനി. നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ ലംബോർഗിനിയുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അല്ല, ഷിൻചാൻ എവിടെയാ? എടാ ഷിൻചാനെ. അണ്ണ, ഞാൻ എവിടെ ഉണ്ട്? ആ, എൻ്റെ പിന്നാലെ ഉണ്ടായാൽ മതി. ഇവിടെ പിന്നെ ഒരുത്ത നിൽക്കുന്നുണ്ട്. അവനെ നൈസായിട്ട് അങ്ങ് തട്ടണം. അയാൾ പിന്നെ ഫോണിൽ ബിസിയാ. അയാളുടെ ശ്രദ്ധ ഫുള്ള് ഫോണിലാ. ഇന്ന പിടിച്ചോ, ഇയാളെങ്ങ ചവിട്ടി കൂട്ടിയിടാം. അണ്ണ, അയാളിപ്പോ ചത്തുണ്ടാവൂലോ? ഏയ്, ഇയാൾ ഇത്ര പെട്ടെന്നൊന്നും ചാവില്ല. ഏയ്, അവിടെ ഒരുത്തം പൂണ്ടല്ലോ. അണ്ണ, അയാള് ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും പോലീസിനെ വിളിക്കാനാവും. ഏയ്, അയാള് പോലീസിനെ വിളിക്കില്ല. ഒരൊറ്റ അടിയാണ്. ദേ കിടക്കണവിടെ. ഇയാളങ്ങ് ചവിട്ടി കൂട്ടിയിടാം. ഇവിടെ പിന്നെ ഒരു ഗാർഡനറുണ്ട്. ഇയാളെല്ലാം കണ്ടുണ്ട്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. അണ്ണ, നമുക്ക് വേഗം പോയിട്ട് ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. അല്ലെങ്കിൽ അവന്മാരെ ചവിട്ടി കൂട്ടാൻ നേരം ഉണ്ടാവുമല്ലോ. ആ ഷിൻചാനെ, ഞാൻ ദേ വരുന്നു. പെട്ടെന്ന് വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ വേറെ കുറെ SUV ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം SUV ഒന്നും വേണ്ട.
ഈ വണ്ടി ഇപ്പോൾ ലോക്കാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, വണ്ടി ലോക്കൊന്നുമല്ല, വണ്ടിയിൽ തന്നെ ചാവിയുണ്ട്. ഷിൻചാനെ വേഗം കയറ്, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. അണ്ണാ, ഈ ലംബോർഗിനി നൈസ് കണ്ടിട്ടാ, ഒരു രക്ഷയുമില്ല. നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്താലോ? നമുക്കിതിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ എന്തായാലും 200-ന്റെ മേലെ കിടക്കും, അത് ഉറപ്പാ. 200-ഒന്നുമല്ല, 300-ന്റെ മേലെ കിടക്കും. നമുക്കൊന്ന് നോക്കി നോക്കാം. അല്ല ഷിൻചാനെ, നൈസായിട്ട് പണി കിട്ടിയല്ലോ. എന്തു പറ്റി ഫ്രാങ്ക്ലിൻ അണ്ണാ, എന്തെങ്കിലും മറന്നാ? അതൊന്നുമല്ല, നമുക്കിവിടെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. അതെന്തുട്ടാ 3 സ്റ്റാർ? അതിന്റെ അർത്ഥം പോലീസ് നമ്മൾ പിടിക്കാൻ വരാന്ന്. ഈ സിറ്റിയിലുള്ള മൊത്തം പോലീസുകാര് ഇപ്പൊ നമ്മുടെ പിന്നാലെയാ. അയ്യോ, ഇനിയിപ്പോ എന്തൊരു ചെയ്യാ? പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്യോ? എനിക്ക് പേടിയാവണു. പോലീസുകാരെ നമ്മളൊന്നും ചെയ്യില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിന്റെ രക്ഷപ്പെടാം. അവന്മാര് നമ്മുടെ വണ്ടിമ്മളേക്ക് വെടിവെക്കുന്നുണ്ട്. ഇത് ബാക്കിലത്തെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞു. എടാ ഷിൻചാനെ, ഇതൊക്കെ ഇവിടെ സ്ഥിരം സംഭവിക്കണതാ. നീ ഇപ്പോ വന്നിട്ടല്ലേ ഉള്ളോ? നീ കുറച്ച് ദിവസം അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യ്, നിനക്കത് ശീലായിക്കോളും. ശീലാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അയ്യോ, വണ്ടിയുടെ എല്ലാ ഗ്ലാസും പൊളിഞ്ഞല്ലോ. അണ്ണൻ പോലീസുകാരെ വെടിവെച്ച് പോന്ന, എന്തുകൂടെ ചെയ്യണേ? എടാ ഷിൻചാനെ, നീ കുറച്ചേരം അവിടെ മിണ്ടാണ്ടിരിക്കേ. നീ കുറച്ചേരം മിണ്ടാണ്ടിരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. ഞാൻ കാര്യമായിട്ടാ പറയണേ. ശരി, ഞാനിവിടെ മിണ്ടാണ്ടിരുന്നോളാം. ഓക്കെ, ഇവിടെ നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാ. ഇനി പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. ഇതേ കണ്ടില്ലേ, മൊത്തത്തിലങ്ങ് പൊളിഞ്ഞു. ഗ്ലാസ് പോയി, ബമ്പർ പോയി. അണ്ണാ ഇത് നോക്ക്, എക്സോസ്റ്റ് ഒക്കെ പുറത്തേക്ക് ചാടി. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. എക്സോസ്റ്റ് ഒന്നും പുറത്തേക്ക് ചാടിയിട്ടില്ല. അതാ ബാക്കിലത്തെ ബമ്പർ പോയപ്പോ അതങ്ങനെ കാണിക്കണതാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി പോയിട്ട് ഒന്ന് റിപ്പയർ ചെയ്യാം. ഈ വണ്ടി റിപ്പയർ ചെയ്യാനൊക്കെ പറ്റുമോ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ അടുത്ത് ലോസ് ആൻഡോസ് കസ്റ്റംസ് ഉണ്ട്, അവിടുത്തെ മെക്കാനിക്ക് പെടായിട്ട് റിപ്പയർ ചെയ്ത് തരും. ഓക്കെ, ഇതാണ് ലോസ് ആൻഡോസ് കസ്റ്റംസ്. നമുക്കിനി ഈ വണ്ടി അങ്ങ് റിപ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തേക്കാണ്. അണ്ണാ, ഈ വണ്ടിയുടെ കളറും കൂടി മാറ്റായിരുന്നു. ഈ ഓറഞ്ച് കളർ കാണാൻ ഭംഗിയില്ല. ഓറഞ്ച് കളറിന് എന്താ പ്രശ്നം? എനിക്ക് വലിയ കുഴപ്പമുള്ള പോലെ തോന്നണില്ല. തൽക്കാലം ഈ കളർ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ അധികം കറങ്ങി നടക്കണില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ വീട്ടിലേക്ക് എത്തിയേക്കാണ്. അണ്ണാ, എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? നീ ഓടിക്കേ. നിനക്ക് അതിന് കാല് ആക്സിലേറ്റർ എത്തോ? ഇല്ല അണ്ണാ, കാലെത്തില്ല. കാലെത്തണില്ലെങ്കിൽ നീ ഇപ്പോൾ വണ്ടി ഓടിക്കണ്ട. കാലെത്താറാവുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം കേട്ടാ. നീ അതുവരിക്കും അപ്പുറത്തെ സീറ്റിൽ മിണ്ടാണ്ടങ്ങിരിക്കുക, അത്രേ ഉള്ളൂ.